ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാറില്ലേ വെള്ളം പോലുള്ളൊരു സാമ്പാർ. പക്ഷെ അതിൻ്റെ രുചി ഒരു പ്രത്യേക രുചിയായിരിക്കും. അതേപോലുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ നമുക്കിതിലേക്ക് ഒരുപാട് പച്ചക്കറികളൊന്നും വേണ്ട. വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള കുറച്ച് പച്ചക്കറികൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടത് ഈ 3 പച്ചക്കറികളാണ് കേട്ടോ. ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തക്കാളി ആയതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്തോട്ടോ. ഇനി നമുക്കിത് 3 കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 4 ആൾക്ക് കഴിക്കേണ്ട കറിക്കുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളിയുടെയും തക്കാളിയുടെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ഉള്ളി, തക്കാളി, പച്ചമുളക് കുക്കറിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തവിയോ സ്പൂണോ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് കേട്ടോ. അതുപോലെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലമാവ് ഒന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. കട്ടയില്ലാതെ ഒന്ന് ലൂസാക്കി എടുക്കുക. നമ്മളിതിലേക്ക് പരിപ്പ് ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് നമ്മളൊന്ന് കുറുകി വരാനായിട്ടാണ് ഈ കടലമാവ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് കരിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേവിച്ചെടുത്ത ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ച കടലമാവിൻ്റെ പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കടലമാവ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുറുകി വരട്ടെ. തിളച്ചിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് കുറുകി വരട്ടെ. കടലമാവൊക്കെ വെന്തിട്ട് കുറുകി വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല, ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ സാമ്പാർ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നല്ല രുചിയുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമുക്ക് ഒരുപാട് പച്ചക്കറികളൊന്നും വേണ്ടത് തയ്യാറാക്കാനായിട്ട്. നമ്മളെ വീട്ടിൽ മിക്കവാറും ഉണ്ടാകുന്ന പച്ചക്കറികൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.